നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മടവൂർ ഗവൺമെന്റ് LP സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിനി സ്കൂൾ ബസിന് അടിയിൽപ്പെട്ട് മരിച്ച സംഭവത്തിൽ സഹപാഠികൾ ഉൾപ്പെടെ നൂറുകണക്കിന് പേർ കണ്ണീരിനാൽ നൽകിയ അന്ത്യാഞ്ജലിക്കൊടുവിൽ കൃഷ്ണേന്ദുവിന്റെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. അലക്ഷ്യമായി വലിച്ചെറിഞ്ഞെന്ന കേബിൾ വയറിൽ തട്ടിവീണ കൃഷ്ണേന്ദു സ്കൂളിൽ നിന്ന് വന്നിറങ്ങിയ അതേ ബസിന് അടിയിൽപ്പെട്ടാണ് മരിച്ചത്. സഹോദരൻ കൃഷ്ണനുണ്ണിയാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത്. അവധി ദിവസമായിട്ടും നൂറുകണക്കിന് പേർ ഇവിടെ അന്ത്യാഞ്ജലി അർപ്പിച്ചു. 3/4 മണിക്കൂറിന് ശേഷം വീട്ടിലെത്തിച്ചപ്പോഴും കൃഷ്ണേന്ദുവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഒട്ടേറെ പേർ എത്തി. അന്ത്യകർമ്മങ്ങൾ പൂർത്തിയാക്കി ഉച്ചയ്ക്ക് 1:30 മൃതദേഹം സംസ്കരിച്ചു. കൃഷ്ണേന്ദു ഓടിക്കളിച്ചിരുന്ന വീട്ടുവളപ്പിലാണ് ചിതയൊരുക്കിയത്. മകളുടെ അപ്രതീക്ഷിത വിയോഗം താങ്ങാനാകാതെ തളർന്ന അവസ്ഥയിലായിരുന്നു മണികണ്ഠനും ശരണ്യയും സഹോദരൻ കൃഷ്ണനുണ്ണിയും. കരയാൻ പോലും കെൽപ്പില്ലാതെ തളർന്ന അവരെ സാന്ത്വനിപ്പിക്കാൻ ബന്ധുക്കളും നാട്ടുകാരും പാടുപെട്ടു. വി ജോയ് MLA, മുൻ MLA വർക്കല കഹാർ, BJP നേതാവ് V മുരളീധരൻ എന്നിവർ വീട്ടിലെത്തി അന്ത്യോപചാരം അർപ്പിച്ചു. കേബിൾ വയർ റോഡരികിൽ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ അനാസ്ഥയാണ് വെള്ളിയാഴ്ച വൈകിട്ട് 4:15 നാടിനെ കണ്ണീരിലാഴ്ത്തിയ അപകടത്തിന് വഴിവെച്ചത്. ബസ് ഇറങ്ങി വീട്ടിലേക്ക് പോകാൻ മുന്നോട്ട് നടക്കുന്നതിനിടെയാണ് കൃഷ്ണേന്ദുവിന്റെ കാലിൽ കേബിൾ കുരുങ്ങിയത്. ബാഗുമായി ബസിനടിയിലേക്ക് കൃഷ്ണേന്ദു വീണു. കുട്ടി വീണത് അറിയാതെയാണ് ഡ്രൈവർ ബസ് മുന്നോട്ടെടുത്തത്. ഡ്രൈവറെ അറസ്റ്റ് ചെയ്തെങ്കിലും ഒരു കുരുന്നിന്റെ ജീവൻ നഷ്ടപ്പെടാൻ കാരണക്കാരായ കേബിൾ ഓപ്പറേറ്റർമാർക്കെതിരെ പോലീസ് നടപടിയെടുക്കാത്തതിൽ നാട്ടുകാർ അമർഷത്തിലാണ്. മടവൂർ മഹാദേവ ക്ഷേത്രം പുളിമൂട് റോഡിലാണ് കൃഷ്ണേന്ദുവിന്റെ വീടും കുടുംബ വീടും. സ്കൂൾ വിട്ടു വരുന്ന കൃഷ്ണേന്ദു കുടുംബ വീട്ടിലേക്കാണ് ആദ്യം പോകുന്നത്. തൊട്ടു പിന്നാലെ വന്ന ഓട്ടോറിക്ഷയിലെ ഡ്രൈവർ നിലവിളിച്ച് കൃഷ്ണേന്ദു ബസിന് അടിയിൽപ്പെട്ട വിവരം അറിയിക്കാൻ ശ്രമിച്ചെങ്കിലും ബസ് ഡ്രൈവറുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ഓട്ടോറിക്ഷയിൽ നിന്ന് ചാടിയിറങ്ങി ബസ്സിൽ ആഞ്ഞടിച്ച് ഡ്രൈവർ വിവരം ധരിച്ചപ്പോഴേക്കും അപകടം നടന്നു കഴിഞ്ഞിരുന്നു. KSRTCയിൽ എംപാനൽ ഡ്രൈവറായ അച്ഛൻ മണികണ്ഠനും സൂപ്പർ മാർക്കറ്റിൽ ജീവനക്കാരിയായ അമ്മ ശരണ്യയും വീട്ടിൽ കാണാത്തതുകൊണ്ടാണ് കൃഷ്ണേന്ദുവിന് സ്കൂൾ ബസ് ഏർപ്പാടാക്കിയിരുന്നത്. അപകടം നടക്കുമ്പോൾ മണികണ്ഠൻ ചിറയൻകീഴ് ആയിരുന്നു. വീടിനടുത്ത് അപകടം നടന്ന വിവരം സുഹൃത്ത് മണികണ്ഠനെ അറിയിച്ചുവെങ്കിലും ഇരയായത് സ്വന്തം മകളാണെന്ന് വൈകിയാണ് മണികണ്ഠൻ അറിഞ്ഞത്. സ്കൂൾ ബസ്സിൽ വീട്ടിലേക്ക് വന്നതാണെന്നും വീട്ടിലേക്ക് കയറുന്ന വഴി റോഡിലുണ്ടായിരുന്ന കേബിളിൽ കാൽ കുരുങ്ങി വണ്ടിക്കടിയിലേക്ക് വീണതാണെന്നും വല്ലാത്തൊരു ഞെട്ടലിലാണെന്നും നാട്ടുകാരനായ സൈനുലാബ്ദീൻ പറഞ്ഞു. വിവരം അറിയിച്ച ശേഷം കുട്ടിയുടെ അച്ഛനെ വീട്ടിലേക്ക് എത്തിച്ചപ്പോൾ ആശ്വസിപ്പിക്കാനാകാതെ നാട്ടുകാരും ബന്ധുക്കളും കുഴങ്ങുന്ന അവസ്ഥയായിരുന്നു. നെഞ്ചുപൊട്ടിക്കരഞ്ഞാണ് കൃഷ്ണേന്ദുവിന്റെ അച്ഛൻ മണികണ്ഠൻ വീട്ടിലേക്ക് എത്തിയത്. ബസ്സിൽ നിന്ന് മായ കുട്ടിയെ ഇറക്കിയിരുന്നു. ഇതിനുശേഷം ബസ് മുന്നോട്ടെടുക്കുന്നതിനിടയിൽ കൃഷ്ണേന്ദുവിന്റെ കാൽ കേബിളിൽ കുരുങ്ങുകയായിരുന്നുവെന്ന് നാട്ടുകാരൻ പറഞ്ഞു. ഇതോടെ ബസിന്റെ പിൻചക്രത്തിന് അടിയിലേക്ക് വീണു. കുട്ടിയുടെ തലയിലൂടെ കയറി ഇറങ്ങുകയായിരുന്നു. സമീപത്തുണ്ടായിരുന്ന ഓട്ടോക്കാരൻ അപകടം കണ്ടിരുന്നുവെന്നും സ്ഥലത്ത് ചാനൽ കേബിളിന്റെ പണി നടക്കുന്നുണ്ടായിരുന്നുവെന്നും സൈനുലാബുദ്ദീൻ പറഞ്ഞു. കൃഷ്ണേന്ദുവിന്റെ വിയോഗം അതീവ ദുഃഖകരമാണെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പ്രതികരിച്ചത്. കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുകയാണ്. അപകടം സംബന്ധിച്ച് അടിയന്തരമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തിയതായും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. അപകടത്തിൽ സ്കൂൾ ബസ് ഡ്രൈവർക്കെതിരെ നേരത്തെ തന്നെ കേസെടുത്തിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.